പുലികളിക്കുള്ള തയ്യാറെടുപ്പ്. ആക്ച്വലി പുലിക്കളിക്ക് ഒരു പ്രോസസ് ഉണ്ട്, ഇവര് ഒരുങ്ങുന്നതിന്. നെയ്യെഴുത്തിന്റെ പ്രോസസ് അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. 4 മണിക്കൂർ, അതെ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് അതെന്താണ് അതിന്റെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ എന്താണ് വഴികാട്ടി എന്നൊക്കെ പറയാം. നന്ദചേട്ടനെ വിളിക്കാം. ചേട്ടാ വരും. നമസ്കാരം ചേട്ടാ. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞോളൂ, അങ്ങോട്ട് നോക്കി പറഞ്ഞോളൂ. ഇത് പ്രൊസീജിയർ വലിയ പ്രൊസീജിയറാണ്, എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചെറിയൊരു പരിപാടിയല്ലേ ഇത്. ഇതിന് തയ്യാറെടുപ്പ് തന്നെ പറഞ്ഞ പുലികളെ സംബന്ധിച്ചൊരു ഒരാഴ്ച 2 ആഴ്ചക്ക് വ്രതം എടുക്കുന്ന ആളുകളുണ്ട്. വ്രതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. വ്രതം എടുത്തതിന് ശേഷം രാവിലെ 6 മണിക്കാണ് ഇവർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം ഹെയർ റിമൂവിംഗ് എന്ന് പറയും, ഷേവിങ്. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ ഷേവിംഗ് എന്ന് പറയും. മൊത്തം ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ശരീരം തുടച്ച് വൃത്തിയാക്കി, വേണ്ടി വന്ന ടർപ്പന്റെ വെച്ച് തന്നെ തുടച്ച് വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം അവരുടെ മേത്ത് 2 രീതിയിലാണ് വരയ്ക്കുക. വലിയ പുലികളാണെങ്കിൽ വയറൊക്കെയുള്ള ആളുകളെ ആശാൻ ഫ്രാൻസിസ് അല്ലെങ്കിൽ ബാലകൃഷ്ണ ആ വയറിന്റെ ഫിഗറിന്റെ ബേസ് കളർ അടിച്ചിടും. വലിയ ചെറിയ പുലികളാണെങ്കിൽ അവരുടെ ടോക്കൺ നമ്പർ ഉണ്ട്, 8, 10, 15, 50 എന്നൊക്കെ. ആ ടോക്കൺ നമ്പറിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അനുസരിച്ച് അവരുടെ ഷേപ്പ് അനുസരിച്ച് സ്ട്രക്ചറാണ് അതിന്റെ ഘടകം അനുസരിച്ച് അവരുടെ മേത്ത് കളർ വരും. അപ്പൊ യെല്ലോയിൽ തന്നെ നമ്മൾ കളറുണ്ട്. യെല്ലോ ബേസ് ചെയ്തിട്ട് ടൈഗർ എന്ന് പറഞ്ഞ വരയമ്പുലി എന്നുള്ള നമ്മൾ അതുണ്ട്, പുള്ളിപ്പുലി, ലെപ്പേഡ്, അല്ലെങ്കിൽ ഏത് ആണെങ്കിൽ ആ പ്രിന്റുള്ള പുലി ഉണ്ട്. അത് ഡിസൈഡ് ചെയ്തിട്ടുള്ള അത് ആശാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, ബോഡി നോക്കിയിട്ട് ഷേപ്പ് തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ കരിമ്പുലി കളറിൽ തന്നെ വേരിയന്റ് ഉണ്ട്. കരിമ്പുലിയൊക്കെ ഉണ്ട്. കരിമ്പുലി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മാസ്റ്റർ വയറുള്ള ആൾ അതിനെ കരിമ്പുലിയായിട്ട് വരയ്ക്കുക. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഷേപ്പ് കരിമ്പുലിനെ വരയ്ക്കും. അത് കഴിഞ്ഞാൽ ഇടത്തരം പുലിയുണ്ട്. ഇതുകൂടാതെ സിംഹത്തിന്റെ മുഖം പോലും വരയ്ക്കും. ചില ആളുകൾക്ക് ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ വയറ് കൊണ്ട് ചലനം സൃഷ്ടിക്കാൻ അറിയും. അവരാ കണ്ണുകൾക്ക് ചലിപ്പിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. അപ്പൊ ആ ആളെ നോക്കിയിട്ട്, ആ വർക്ക് അറിയുന്ന ആളെ നോക്കിയിട്ട് ഈ ഫിഗർ വരയ്ക്കുമ്പോ ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട്. സിംഹത്തിന്റെ കണ്ണുകൾ മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും തിരിക്കാൻ പറ്റും. വയറുകൊണ്ടുള്ള ഒരു കലയാണ്. കളികളാണെങ്കിൽ എല്ലാവരും കളികൾ അറിയണം. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പുലി എന്ന് പറഞ്ഞ ഭ്രാന്തന്, പുലിയാലും കുമ്മാട്ടി ഭ്രാന്തകാരാണ് തൃശ്ശൂർ. ഞാനൊരു കുമ്മാട്ടി ഭ്രാന്തന്, കുമ്മാട്ടി ക്രൈസ്, മറ്റു പുലി ക്രൈസ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒഴിവാക്കാൻ പറ്റില്ലേ. എന്നും ഞങ്ങൾക്ക് ഓണാണ്, എന്നും ആഘോഷം. 4 ദിവസം 5 ദിവസം തന്നെ ഓണത്തിന്റെ തൃശ്ശൂരെന്ന്. അപ്പൊ ഇത് തയ്യാറായതിനനുസരിച്ച് വലിയ 4 മണിക്കൂറോളം പിടിക്കും. അപ്പൊ ഇത് വലിഞ്ഞു വരുന്ന ഘട്ടങ്ങൾ നോക്കി ആശാന്മാര്, ഇവരൊക്കെ എന്റെ ചീഫ് ആശാന്മാരാണ്. ആശാന്മാര് അതിന്റെ ലൈറ്റ്സ് ഇങ്ങനെ ഓരോന്നായി കളർ ചെയ്ത് മാറ്റിയെടുത്ത് വരുമ്പോഴേക്കും ഏകദേശം 2:30-3 മണിയാവും. അതുകൊണ്ടാണ് ഞങ്ങൾ 2:30-3 മണിക്കൊക്കെ തയ്യാറാവുന്നുണ്ട്. അതിനിടയിൽ ചെണ്ട ഉപയോഗിച്ച് അസുരവാദിയാണ് ചെണ്ട അസുരവാദിയാണ്. അത് താളം കൊട്ടുന്ന വശങ്ങൾക്കനുസരിച്ചിട്ട് ഞങ്ങള് വലന്തല ഇടന്തല എന്ന് പറയും. അപ്പൊ ഈ വലന്തല ഇടന്തല അനുസരിച്ച് കൊട്ടുന്നതിനനുസരിച്ച് അമ്പലത്തിന്റെ ഇൻസൈഡിൽ ഞങ്ങൾ പൂരക്കാരെ സംബന്ധിച്ച് പൂരം ഭാഷയിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരം മേളകളുണ്ട്. അട എന്താ, അഞ്ചട എന്താ, ശിങ്കാരി, പലതരം മേളകളുണ്ട്. അതിനകത്ത് അപ്പൊ ത്രിപുട, വണ്ടി, ഏകതാളം, പലതരം താളങ്ങളുണ്ട്. കുട്ടന്മാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കഴിക്കുട്ടനിമാരെ അതൊക്കെ ആൾക്കാരുടെ സ്റ്റൈലുണ്ട്. അത് കൊട്ടി പുറത്ത് കിടന്നു കഴിഞ്ഞാൽ അസുരവാദം സ്റ്റൈലിലേക്ക് എത്തിയ പാണ്ഡിമേളം എന്ന് പറയും പൂരത്തിനൊക്കെ. ഇവിടെ എത്തുമ്പോ പുലിക്കും പാണ്ടി അല്ലെ അങ്ങനത്തെ ഒരു സ്റ്റൈലില്ല. അസുരവാദിന് ഫുള്ളി അസുരവാദിന്. അതിന് സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം സൗണ്ട് മ്യൂസിക് അറിയാം. ഞാൻ മ്യൂസിക് എന്റെ ജലദോഷം തൊണ്ടോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ചണ്ട ഉണ്ടാക്കാൻ 5 ചണ്ടൊക്കെ എന്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും ടൈമില്. 4 മണിക്കൂർ ഈ പ്രോസസ് ഉണ്ട്. അങ്ങനെ ആ ചെണ്ട കൊട്ടി താളമാകുമ്പോ അരമണിയൊക്കെ കെട്ടി നമ്മൾ നേരത്തെ മാസ്ക് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓഡിറ്റോറിയത്തിൽ വെച്ച എക്സിബിഷൻ മാസ്ക് എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇവരിലെ ശരീരത്തിലെ ബ്ലഡില് സർക്കുലേഷൻ മാറി ആവേശം വെക്കും. ഇത്ര നേരം വെറുതെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞത് ആവേശം മുഖിനുള്ളിലേക്ക് വേറെ ഒരു തട്ടിപ്പില്ലാട്ടാ. ആളുകൾ പലതും പറയും ഞാൻ ഒരു മറ്റേ വസ്തുവില്ല, അതിനൊരു യാതൊരു സാധ്യതയില്ല. മദ്യപിച്ചിട്ട് അത് പറഞ്ഞ ആളുകൾക്ക് വരിണ്ട് അയാൾക്ക് പോണത് നത്തിങ്. ആവേശം തന്നെ മുക്കും. ആ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ആവേശം തന്നെ മുക്കും. അതാണ് പുലിക്കളിയുടെ ആവേശം. ഞാൻ ചോദിക്കാൻ വന്നത് എനിക്കൊരു സംശയമുള്ളത്, മത്സരം തന്നെയാണ്. മത്സരത്തിൽ പ്രധാനപ്പെട്ട 5-6 ഘടകങ്ങളുണ്ട്. ആദ്യത്തെ കേസ് ഡിസ്പ്ലേ, അച്ചടക്കം പ്രധാനം തന്നെയാണ്. അത് വിയൂരിനെ വല്ലാവുന്ന അച്ചടക്കക്കാരില്ല. ഞങ്ങളുടെ കൗൺസിലൊക്കെ
ഇല്ലാതാണ് ഞങ്ങളുടെ പറയുന്നത്. കൗൺസിലർ ഗോപൻ, അദ്ദേഹത്തിന് അച്ചടക്കത്തിന്റെ പുറത്ത് മാഷ്, അദ്ദേഹത്തിന്റെ അച്ഛനാണ് എന്റെ ഏറ്റവും ഉസ്താദ്, ഞങ്ങളുടെ അച്ചേട്ടൻ. അപ്പൊ അച്ചടക്കത്തിന്റെ കാര്യം അവസ്ഥല്ലോ. ഞാൻ ആർട്ടിസ്റ്റ് ബാലകൃഷ്ണ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്, ഒരു ഫ്രാൻസിസ് ഉൾപ്പെടെ ആർട്ടിസ്റ്റ്. അപ്പൊ ഇതിന് കളിച്ചു വെക്കാവുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഇല്ല, എന്റെ പറഞ്ഞതല്ല. ഞാൻ കെ കരുണാകരൻ ഫൈനാൻസ് പഠിച്ച ഫൈനാൻസ് കോളേജിൽ മുമ്പിൽ ജോലി ചെയ്യുന്ന ആളാ. അപ്പൊ അതിനൊക്കെ പറ്റില്ലാവുന്ന ആർട്ടിസ്റ്റില്ലേ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വണ്ടി ടേബിൾ അറേഞ്ച്മെന്റ്സ്, ഇവിടുത്തെ ടേബിൾ അറേഞ്ച്മെന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടേബിളിനെ പറ്റി പറയണില്ല, അത് നിങ്ങൾ നേരിട്ട് കാണാം. ആ അറേഞ്ച്മെന്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാസങ്ങളായി വർഷത്തിന് പണിതുള്ള സാധനം അസംബിൾ ചെയ്തോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ ചെറിയ ഭാഗം കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല. അത് വന്നു കഴിഞ്ഞാൽ അലങ്കാരം ലൈറ്റ്, സൗണ്ട്, വെള്ളം മുതൽ എല്ലാ അലങ്കാരങ്ങളും വന്നു കഴിഞ്ഞാൽ കുട്ടികളും വീടും കുടുംബവും കൂടെ കൂടും. കപ്പെടുക്കാണ്ടിരിക്കാൻ കിട്ടിക്കഴിഞ്ഞു ദേശത്തിന്റേതാണ്. വിയൂർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വെല്ലുവിളി ഉണ്ട്. നമുക്ക് കാഴ്ചകൾ കാണണം, കൂടുതൽ കാഴ്ചകളിലേക്ക് പോകും. പക്ഷെ ഒരു ബ്രേക്ക്